ന്യൂസ് ലഞ്ച് തുടങ്ങുന്നു. തലക്കെട്ടുകളിലേക്ക് ആദ്യം. മാനന്തവാടി MLA OR കേളു മന്ത്രിസഭയിലേക്ക്. മന്ത്രിമാരുടെ വകുപ്പുകൾ മാറും. പാർലമെന്ററി കാര്യം MP രാജേഷിന് നൽകും. ദേവസ്വം വകുപ്പ് VN വാസവന്. KK ശൈലജയെ സ്ഥാനാർത്ഥിയാക്കിയ നീക്കം പാളിയെന്ന് CPM സംസ്ഥാന സമിതി. ശൈലജയെ മുഖ്യമന്ത്രിയായി കാണാനാണ് ജനം ആഗ്രഹിക്കുന്നത് എന്ന് സമിതിയിൽ തുറന്നു പറച്ചിൽ. മന്ത്രിമാരും പേഴ്സണൽ സ്റ്റാഫും തിരുത്താൻ തയ്യാറാകണമെന്നും സമിതിയിൽ വിമർശനം. പെൻഷൻ വിഷയത്തിൽ പ്രക്ഷുബ്ധമായി സഭ. പെൻഷനു വേണ്ടി നികുതി കൂട്ടിയ സർക്കാർ ജനങ്ങളെ വഞ്ചിച്ചെന്ന് പ്രതിപക്ഷം. കുടിശ്ശിക 5 മാസത്തെ മാത്രമെന്ന് ധനമന്ത്രി. സീറ്റ് കൂടിയ സ്ഥിതിക്ക് ഇനിയെങ്കിലും കേന്ദ്രത്തിനെതിരെ കൂട്ടായ സമരത്തിന് തയ്യാറാകണമെന്നും മന്ത്രി. കോഴിക്കോടിനെ സംഘർഷ ഭൂമിയാക്കി KSU. +2 സീറ്റ് വിഷയത്തിൽ കോഴിക്കോടും മലപ്പുറത്തും സംഘർഷം. കോഴിക്കോട് കളക്ടറേറ്റ് മാർച്ച് അക്രമാസക്തം. മലപ്പുറത്തെ RRD ഓഫീസ് താഴിട്ട് പൂട്ടി MSF. മരണക്കയമായി വീണ്ടും മുതലപ്പുഴി. പുലർച്ചെ നടന്ന അപകടത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. മരിച്ചത് മത്സ്യത്തൊഴിലാളി വിക്ടർ. സർക്കാർ അനാസ്ഥയിൽ പ്രതിഷേധിച്ച നിയമസഭയിലേക്ക് മാർച്ച് നടത്തി ലത്തീൻ സഭ. തൃശൂരിലെ പരാജയത്തിൽ തുറന്നടിച്ച മുരളീധരൻ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. തൃശൂർ ജയിച്ചാൽ മാത്രമേ കേരളത്തിൽ UDFന് ഭരിക്കാൻ കഴിയൂ. തോൽവി ഒരാളുടെ തലയിൽ കെട്ടിവയ്ക്കാൻ ശ്രമിക്കുന്നില്ലെന്നും KPCC അന്വേഷണ കമ്മീഷന് മുൻപാകെയാണ് K മുരളീധരന്റെ പ്രതികരണം. തമിഴ്നാട്ടിലെ വ്യാജ മദ്യ ദുരന്തത്തിൽ മരണസംഖ്യ വർദ്ധിക്കുന്നു. മരിച്ചത് 5 സ്ത്രീകളടക്കം 36 പേർ. മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷത്തിന്റെ സഹായം നൽകാൻ തമിഴ്നാട് സർക്കാർ. 40-ലധികം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ. കാക്കനാട് DLF ഫ്ളാറ്റിൽ രോഗബാധിതരുടെ എണ്ണം കൂടുന്നു. 4 വയസ്സുകാരിക്ക് E. coli അണുബാധയുള്ളതായി കണ്ടെത്തൽ. ജില്ലയിലെ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുള്ളത് 28 പേർ. പരിശോധനയ്ക്കായി ശേഖരിച്ച സാമ്പിൾ ഫലം ഇന്നു ലഭിക്കും. സിറോ മലബാർ സഭ സിനഡിൽ അഭിപ്രായ വ്യത്യാസം രൂക്ഷം. മെത്രാൻമാർ ഏകീകൃത കുർബാനയ്ക്കെതിരെ വിയോജനക്കുറിപ്പെഴുതി. സർക്കുലറിനെതിരെ വിയോജനക്കുറിപ്പിറക്കിയത് 5 മെത്രാൻമാർ. മധുക്കരയിൽ മലയാളി സംഘത്തെ ആക്രമിച്ച കേസിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് റിപ്പോർട്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് DYSPയുടെ റിപ്പോർട്ടിലാണ് കണ്ടെത്തൽ. റിപ്പോർട്ട് എറണാകുളം റൂറൽ SPക്ക് കൈമാറി. പരാതി നൽകാൻ എത്തിയവരോട് അനുകമ്പയോടെ പെരുമാറണമെന്ന നിർദ്ദേശം പാലിക്കപ്പെട്ടില്ലെന്നും റിപ്പോർട്ടിൽ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള പ്രാരംഭ ചർച്ചകൾക്ക് നീക്കം. ചർച്ചകൾക്കായി എംബസി വഴി പണം നൽകാൻ കേന്ദ്ര സർക്കാർ അനുമതി. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ പോലീസുകാർക്കായി കമ്മിറ്റി. ആഭ്യന്തര വകുപ്പ് സമിതി തയ്യാറാക്കിയത് സപ്പോർട്ടിംഗ് കമ്മിറ്റി എന്ന പേരിൽ. ആരോഗ്യം, ജോലി, കുടുംബം എന്നിവ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ നൽകും. നടപടി ജോലി സമ്മർദ്ദം മൂലം സമ്മർദ്ദം താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്യുന്ന പോലീസുകാരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ. പെരിയാർ
ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടിക്ക് സാധ്യത. ഇന്നു ചേരുന്ന KPCC നിർവാഹക സമിതി യോഗത്തിനു ശേഷം തീരുമാനം.